Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റെഗുലേഷനിലെ 12th ചാപ്റ്ററായ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ്. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് എ ന്യൂ ഒബ്ലിഗേഷൻ ഫോർ ദ ഡിഫാൾട്ടിംഗ് പാർട്ടി ആൻഡ് ഓൺ അതർ ഹാൻഡ് ഇറ്റ് കൺഫേഴ്സ് upon the agreed party a right of action and discharge him from performing his obligations. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ മുകളിൽ ചില ഒബ്ലിഗേഷൻസ് വെക്കാറുണ്ട്. ആ ഒബ്ലിഗേഷൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് സംഭവിച്ചു എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അഥവാ ഫെയിലായി കഴിഞ്ഞാൽ അവിടെ രണ്ട് തരം എഫക്ട്സ് ആണ് വരുന്നുള്ളത്. ഒന്നാമത്തത്, ആരാണോ ഈ ഡിഫാൾട്ട് വരുത്തുന്നത് ആ പാർട്ടീസിൻ്റെ മുകളിൽ പുതുതായിട്ട് ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കേസ്, ഇനി ആർക്കാണോ ലോസ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ലോസ് വരുത്തിയ ആൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനുള്ള പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നിയമ നടപടി എടുക്കാനുള്ള അതോറിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ദി ഇൻഷുർഡ് പാർട്ടി ആസ് ദി ഫോളോയിങ് റെമഡീസ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ചായി കഴിഞ്ഞാൽ അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം ഡിസ്കസ് ചെയ്യുന്നത്. ആ റെമഡീസിൽ 5 എണ്ണമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, rescission of the contract, suit for damages, suit upon quantum merits, suit for specific performance of the contract and suit for injunction. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് rescission of the contract, suit for damages. ഈ rescission of the contract എന്ന് പറയുകയാണെങ്കിൽ rescission means cancellation, revocation or putting an end to a contract. റിസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റിവോക്കേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വെൻ വൺ ഓഫ് ദ പാർട്ടി കമ്മിറ്റ്സ് ബ്രീച്ച്, ദ അതർ പാർട്ടി ട്രീറ്റ്സ് ദ കോൺട്രാക്റ്റ് ആസ് ക്യാൻസൽഡ് ആൻഡ് റിഫ്യൂസസ് ദ ഫർദർ പെർഫോമൻസ്, ഹെൻസ് ഹി ഈസ് ഫിക്സഡ് ഫ്രം ഓൾ ദി ഒബ്ലിഗേഷൻസ്. അതായത് ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആ പാർട്ടീൻ്റെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാതിരിക്കുമ്പോഴാണ് ആ കോൺട്രാക്റ്റിൽ ബ്രീച്ച് സംഭവിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി ഈ ഒരു കോൺട്രാക്റ്റിലെ ഇൻഷുർഡ് പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി ആ കോൺട്രാക്റ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്ന ഒരു പ്രോസസ്സാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുർഡ് പാർട്ടി സ്വമേധയായിട്ട് ആ കോൺട്രാക്റ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് അഥവാ ഇൻഷുർഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നീട് ആ പാർട്ടിക്ക് അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് അഥവാ ഇൻഷുർഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ആ പാർട്ടിക്ക് അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സെക്ഷൻ 75 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, എ പേഴ്സൺ ഹു റൈറ്റ്ലി റിസൈൻസ് എ കോൺട്രാക്റ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ഫോർ എനി ഡാമേജസ് which he has sustained through the fulfillment of the contract. ഇവിടെ പറയുന്നത് സെക്ഷൻ 75 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഇൻഷുർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ബ്രീച്ച് നടത്തിയ പാർട്ടീസിനെ
ഇൻജേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ബ്രീച്ച് നടത്തിയ പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു കോൺട്രാക്റ്റിലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും തരം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് ബ്രീച്ച് നടത്തിയ പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ റിസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റിലെ 2 കേസസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ വെൻ ദ കോർട്ട് മേ ഗ്രാൻറ്റ് റിസിഷൻ. വെൻ ദ കോർട്ട് മേ ഗ്രാൻറ്റ് റിസിഷൻ. കോടതി എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റിൽ റിസിഷൻ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ കോടതി എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കുന്ന 2 തരം സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വെൻ where the contract is voidable or terminated by plaintiff. ഇവിടെ പറയുന്നത് പ്ലെയിൻറ്റിഫ് പറഞ്ഞു കഴിഞ്ഞാൽ പരാതികൾ എന്ന് പറയാം കേട്ടോ, പ്ലെയിൻറ്റിഫ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു കോൺട്രാക്റ്റ് വോയിഡബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുർഡ് നടത്തിയിട്ടുള്ള പാർട്ടീസിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ കോടതി ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്, വെൻ ദ കോൺട്രാക്റ്റ് ഈസ് അൺലോഫുൾ ആൻഡ് ദി ഡിഫെൻഡൻറ്റ് ഈസ് മോർ ടു ബ്ലൈൻഡ് ദാൻ ദി പ്ലെയിൻറ്റിഫ്. ഈ കോൺട്രാക്റ്റ് നിയമത്തിന് എതിരെയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അഥവാ നിയമവിരുദ്ധമായിട്ടാണ് ഈ കോൺട്രാക്റ്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോടതി മുഖേന നമുക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കേസ്, വെൻ ദ കോർട്ട് മേ റെഫ്യൂസസ് റിസിഷൻ. വെൻ ദ കോർട്ട് മേ റെഫ്യൂസസ് റിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ കോടതി എതിർക്കുന്നത്, അത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദി പ്ലെയിൻറ്റിഫ് ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി റാറ്റിഫൈഡ് ദി കോൺട്രാക്റ്റ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാണെങ്കിൽ പരാതികൾ. ഇവിടെ ഒന്നാമത്തെ കേസിൽ പറയുന്നത് കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് എഗ്രീഡ് പാർട്ടി. പക്ഷേ ഈ എഗ്രീഡ് പാർട്ടിക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എഗ്രീഡ് പാർട്ടിയുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ മനസ്സിലായിട്ടും അതിന് ഒരു അംഗീകാരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കോർട്ട് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കോൺട്രാക്റ്റ് വോയിഡബിളായി ആണ് അത് ഓപ്ഷൻ ഓഫ് അഗ്രീഡ് പാർട്ടീൻ്റെ കേസിൽ ഇവിടെ എന്താണ് വേറൊരു കാര്യം പറയുന്നത്, പക്ഷേ അഗ്രീഡ് പാർട്ടിക്ക് പ്രോബ്ലംസ് മനസ്സിലായിട്ടും അതിന് ഒരു അംഗീകാരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കോടതി സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഫസ്റ്റ് കേസിൽ. നെക്സ്റ്റ്, വേർ ഓവിങ് ടു ചേഞ്ച് ഓർ സർക്കംസ്റ്റൻസ് ദ പാർട്ടീസ് കനോട്ട് ബി റീസ്റ്റോർഡ് ടു ദയർ ഒറിജിനൽ പൊസിഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കംസ്റ്റൻസിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അഥവാ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. വേർ തേർഡ് പാർട്ടീസ് ഹാവ് ഡ്യൂറിങ് ദി സബ്സിസ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് അക്വയർഡ് റൈറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇവിടെ കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് കൂടി നഷ്ടം വരുമെന്നല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിക്ക് കൂടി ലോസ് സംഭവിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യാതെ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്ത ഒരു കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ആ കോൺട്രാക്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
പിന്നീട് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി കൂടി ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കോടതി അനുവദിക്കില്ല. നെക്സ്റ്റ്, വെർ ഓൺലി എ പാർട്ട് ഓഫ് ദി കോൺട്രാക്റ്റ് ഈസ് സോട്ട് ടു ബി റിസൈൻഡ് ആൻഡ് സച്ച് പാർട്ട് ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ആ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ക്യാൻസൽ ചെയ്യാം. ബട്ട് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഭാഗം ക്യാൻസൽ ചെയ്യാത്ത ഭാഗവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ടൈമിൽ നമുക്ക് കോടതി മുഖേന ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ച് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഒരു കോൺട്രാക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ആ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ക്യാൻസൽ ചെയ്യാം. ബട്ട് ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഭാഗം ക്യാൻസൽ ചെയ്യാത്ത ഭാഗവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ആ കോടതി നമുക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കേസുകളാണ് പറയുന്നത്. ഒന്നെന്താണ്, കോടതി എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് റിസിഷൻ അനുവദിക്കുന്നത് അഥവാ ക്യാൻസൽ അനുവദിക്കുന്ന കേസും കോടതി എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ റിസിഷൻ അനുവദിക്കാത്ത കേസുകളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ റെമഡീസാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. അണ്ടർ സെക്ഷൻ 73, when a contract has been broken, the party who suffered by such breach is entitled to receive compensation for any loss or damages caused to him from the party who has broken the contract. സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 73 പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിൽ ബ്രീച്ച് നടന്നാൽ അവിടെ ലോസ് ഉണ്ടായ വ്യക്തിക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്രീച്ച് നടന്നാൽ അവിടെ ലോസ് ഉണ്ടായ വ്യക്തിക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഡാമേജസ് ആർ എ മോണിറ്ററി കോമ്പൻസേഷൻ allowed to the insured party by the court for the loss or injured suffered by him. ഇവിടെ പറയുന്നത് ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററി ബെനഫിറ്റാണ്. അതായത് ഇൻഷുർഡ് പാർട്ടിക്ക് ഉണ്ടായ നഷ്ടത്തിന് കോർട്ട് അനുവദിക്കുന്ന ഒരു എമൗണ്ടാണ് ഈ ഡാമേജസ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റ് ഓഫ് അവാർഡിംഗ് ഡാമേജസ് ഫോർ ദ breach of a contract is to put the insured party in the same financial position as if the contract had been performed. This is called doctrine of restitution. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഡാമേജസ് അവാർഡ് ചെയ്യാനുള്ള കാരണം ഇൻഷുർഡ് പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം അത് നികത്തിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരുന്നു ആ പൊസിഷനിലേക്ക് തന്നെ ഇൻഷുർഡ് പാർട്ടീനെ എത്തിക്കുക എന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ പറയുന്ന ഡോക്ട്രീൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുന്നത്. ഈ സ്യൂട്ട് ഫോർ ഡാമേജസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജസ് ഉണ്ട്. ഒന്നാമത്തത് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. When a contract has been broken, the insured party can recover from other party such damages as naturally and directly arises in the usual course of things from the breach. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ലോസ് അത് നികത്തുന്ന ഡാമേജാണ് ഈ പറയുന്ന ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ലോസ് നികത്തുന്ന ഡാമേജസ് ആണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. നെക്സ്റ്റ്, സ്പെഷ്യൽ ഡാമേജസ്. ദീസ് ആർ ദ ഡാമേജസ് വിച്ച് ആർ പേയബിൾ ഫോർ ദ ലോസ് അറൈസിങ് ഡ്യൂ ടു സം സ്പെഷ്യൽ ഓർ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ്. സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുകയാണെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരുപാട് നഷ്ടം
നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത്തരം കേസുകളിൽ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ ഡാമേജസ് അവാർഡ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരുപാട് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അത്തരം സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ ഡാമേജസ് അവാർഡ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. ദീസ് ആർ ദ ഡാമേജസ് വിച്ച് ആർ ദ നാച്ചർ ഓഫ് പണിഷ്മെൻറ്റ്. ഇവിടെ പറയുന്നത് ചില കേസുകളിൽ ഒരു പണിഷ്മെൻറ്റ് രീതിയിൽ ഡാമേജസ് അവാർഡ് ചെയ്യാറുണ്ട്. ഈ ബ്രീച്ച് ചെയ്യാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഡാമേജസ് കൊടുക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. അത്തരം ഡാമേജസ് ആണ് എക്സംപ്ലറി ഡാമേജസ് അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ഡാമേജസ് അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ ഒരു പണിഷ്മെൻറ്റ് എന്ന രീതിയിൽ ഡാമേജസ് അവാർഡ് ചെയ്യാറുണ്ട്. പക്ഷേ ബ്രീച്ച് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഡാമേജസ് കൊടുക്കണം എന്ന് കോടതി പറയുന്നുണ്ട്. അത്തരം ഡാമേജസിനെ നമ്മൾ എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നോമിനൽ ഡാമേജസ്. ദീസ് ആർ ദ ഡാമേജസ് വിച്ച് ആർ വെരി സ്മോൾ ഇൻ എമൗണ്ട്. സച്ച് ഡാമേജസ് ആർ അവോർഡഡ് simply to establish the right of the party to claim damages for the breach of contract even though the party has suffered no losses. ഈ നോമിനൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി മാത്രം ഒരു ഡാമേജ് പ്രൊവൈഡ് ചെയ്യാൻ പറയും കോടതി. പേരിന് വേണ്ടി മാത്രം ഒരു ഡാമേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി പറയുന്നുണ്ട്. അതായത് ഇൻഷുർഡ് പാർട്ടിക്ക് ഡിഫാൾട്ട് വരുത്തിയ പാർട്ടീസിൻ്റെ മുകളിൽ ഒരു റൈറ്റ്സ് കാണിക്കുന്നതിന് മാത്രമാണ് നോമിനൽ ഡാമേജസ് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലിക്വിഡിറ്റി ഡാമേജസ് ആൻഡ് പെനാൽറ്റി. എന്താണ് ലിക്വിഡിറ്റി ഡാമേജസ് എന്ന് പറയുകയാണെങ്കിൽ വെൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഫിക്സഡ് ബൈ എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് to be in case of breach of contract, it is called liquidated damages. Liquidated damages എന്ന് പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ എമൗണ്ട് എഗ്രിമെൻ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ ആ പാർട്ടീസ് പറഞ്ഞ് ഉറപ്പിച്ചാൽ അതിനൊപ്പം ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നു. അതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ എമൗണ്ട് എഗ്രിമെൻറ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ ആ പാർട്ടീസ് പറഞ്ഞ് ഉറപ്പിച്ചാൽ അതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. എ പെനാൽറ്റി ഈസ് ദി സം നെയ്മഡ് ഇൻ ദി കോൺട്രാക്റ്റ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ വിച്ച് ഈസ് disproportionate to the damage likely to acquire as a result of the breach. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന നഷ്ടത്തിന് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഡാമേജസിന് പെനാൽറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫിക്സഡ് ഫോർ സെക്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഇങ്ങനെ പെനാൽറ്റി ഫിക്സ് ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് എൻഷുർ ചെയ്യാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പെനാൽറ്റി ഫിക്സ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പെനാൽറ്റി ആൻഡ് ഡാമേജസ്. ലിക്വിഡിറ്റി ഡാമേജും പെനാൽറ്റി ഡാമേജും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഡാമേജസ് പ്രൊപ്പോർഷനേറ്റ് ലോസും ആവും, പെനാൽറ്റി ആണെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ലോസും ആയിരിക്കും. ഇവിടെ ഇന്ത്യൻ ലോ പ്രകാരം പെനാൽറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ബട്ട് ബ്രിട്ടീഷ് ലോ പ്രകാരം ഇവിടെ എന്താണ്, ഈ പെനാൽറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന ലിക്വിഡേറ്റഡ് ഡാമേജസും ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്.
എന്ത് പ്രകാരം? ബ്രിട്ടീഷ് ലോ പ്രകാരം. ഇന്ത്യൻ ലോ പ്രകാരം എന്താണ്? ഏകദേശം ഇവ രണ്ടും ഒരുപോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ റെമഡീസ്. അതിൽ 5 റെമഡീസാണുള്ളത്. റിസിഷൻ ഓഫ് ദി കോൺട്രാക്ട്, സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് ഫോർ കോണ്ടം മെറിറ്റ്സ് ആൻഡ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആൻഡ് ഫൈനലി സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. അതിൽ 2 പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് റിസിഷൻ ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട് ഫോർ ഡാമേജസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് പറയുന്നതായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി പറയുന്ന സ്യൂട്ട് അപ്പോൺ ഫോർ കോണ്ടം മെറിറ്റ്സ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസും ദെൻ സ്യൂട്ട് ഫോർ ഇൻജങ്ഷനും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.